ശരി, ഇതൊരു ഹോണ്ട ഹോർനെറ്റ് 160. ഈ വാഹനത്തിൻ്റെ കാർബറേറ്റർ വളരെയധികം കംപ്ലൈൻ്റ് ഉണ്ട്. കാരണം കസ്റ്റമർക്ക് ഒട്ടും ഓടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഓൾറെഡി ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഞാനിതിൻ്റെ വാക്കംപുഷൻ കസ്റ്റമർക്ക് ഞാൻ മാറി കൊടുത്തതാണ്, പുതിയതിട്ടതായിരുന്നു. പക്ഷേ അത് ഈ കാർബറേറ്ററിൻ്റെ ഉള്ളിലത്തെയും ആ വാക്കംപുഷൻ കിടക്കുന്ന ഭാഗം തേയ്മാനം വന്നതുകൊണ്ട് അത് പിന്നെയും പോയി. രണ്ടാമത് വന്ന സമയത്ത് ഇതിൻ്റെ വാക്കംപുഷൻ്റെ റബ്ബർ അടക്കം ഒരു 5 ഹോളോളം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു കാർബറേറ്റർ. പിന്നെ തൽക്കാലം കസ്റ്റമറുടെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാറിയ ഒരു കാർബറേറ്ററിൽ നിന്നും ഇട്ട വാക്കംപുഷനാണ് ഇപ്പോൾ ഇതിൽ കിടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ റാഷിദിക്ക പയ്യന്നൂർ എനിക്ക് അയച്ചു തന്ന കാർബറേറ്ററാണ് നമ്മുടെ സ്പാക്കോ കമ്പനിയുടെ ഹോണ്ട ഹോർനെറ്റിൽ വരുന്ന കാർബറേറ്റർ. ഇതിനു മുമ്പ് ഞാൻ ഹോർനെറ്റ് വണ്ടികൾക്ക് ഞാൻ സ്പാക്കോയുടെ കാർബറേറ്റർ ഫിറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു വാഹനത്തിൽ സ്പാക്കോയുടെ കാർബറേറ്റർ ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയുണ്ട് പെർഫോമൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അതിൻ്റെ എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഉള്ളിലത്തെ അവസ്ഥയാണ് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം തേയ്മാനം വന്നിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. പിന്നെ ഈ കാർബറേറ്റർ നമുക്ക് ഇടാൻ പറ്റത്തില്ല. ഈ കാർബറേറ്ററിൻ്റെ ഒറിജിനൽ വില ഏകദേശം ഒരു 17,000 രൂപയോളം വരുന്നുണ്ട്. കസ്റ്റമറുടെ അടുത്ത് പൈസയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പോലെ നമുക്കൊരു പാക്കോയിലൊരു കാർബറേറ്റർ വരുന്നുണ്ട്, അത് ഫിറ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമർ ഓക്കെ പറഞ്ഞു. സാമ്പത്തികമായി കസ്റ്റമർക്ക് ഇപ്പോൾ പറ്റാത്തത് കൊണ്ടിട്ട് നമുക്ക് തൽക്കാലം സ്പാക്കോടെ ഫിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഫിറ്റ് ചെയ്തിട്ട് ബാക്കി ഉണ്ടെന്ന് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് സ്പാക്കോടെ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹോർനെറ്റിൽ ഫിറ്റ് ചെയ്യുന്നത്. വേറെ ആരും നമ്മുടെ ഇതിൽ ഹോർനെറ്റിൽ ഫിറ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, കാർബറേറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആക്സിലേറ്റർ കേബിളൊക്കെ കറക്റ്റാണ്. വേറെ നീള വ്യത്യാസങ്ങളോ കൂടുതലോ കുറവൊന്നുമില്ല. കറക്റ്റ് റൂട്ടിൽ കൂടെ ഒക്കെ തന്നെയാണ് ഇട്ടേക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല. ചോക്കിൻ്റെ കേബിളും അതുപോലെ തന്നെ കറക്റ്റായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വർക്കിംഗ് ഒക്കെ കറക്റ്റാണ്. ആക്സിലേറ്ററും വർക്കിംഗ് കറക്റ്റാണ്. കറക്റ്റ് പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വണ്ടി സ്റ്റാർട്ടാക്കി, കുഴപ്പമൊന്നുമില്ല, പക്കയാണ്. ബാക്കി സെറ്റ് ചെയ്ത് ഓടിച്ച് നോക്കി പൊല്യൂഷനൊക്കെ എടുത്ത് നോക്കിയിട്ട് പറയാം. ഓക്കെ, വണ്ടിയുടെ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. മിസ്സിങ്ങോ സ്റ്റാർട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി ഓടിച്ചു പെർഫെക്റ്റാണ്. ഇനി കസ്റ്റമർ വന്നതിന് ശേഷം കസ്റ്റമർ റെസ്പോൺസും കൂടെ നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. വണ്ടി ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്? ഓടിച്ചു നോക്കിയിട്ട് ഇപ്പോൾ നന്നായിട്ട് കയറുന്നുണ്ട്. നേരത്തെ ഒരു വണ്ടിക്ക് ഒരു പിടുത്തമുണ്ടായിരുന്നു. ഈ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ വണ്ടി നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്. പിക്കപ്പ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ വണ്ടി നന്നായിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓടിച്ചു നോക്കിയിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു.